Hi, so this would be video 1. ഞാൻ അഫാൻ ആൻഡ് ഇത് എൻ്റെ ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അഫാൻ അൺഫിൽറ്റേഡ്. അതാണ് ഞാനിപ്പോൾ പേരിട്ട്. ഇനി ഇത് ഞാൻ മാറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. മേ ബി ഐ ഷൂട്ട് ഇൻ പോർട്രേറ്റ്. അല്ലേ വേണ്ട, ഇങ്ങനെ മതി. സോ ഞാൻ ഈ ചാനൽ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ കുറേ കാലമായി എനിക്ക് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും കൺസ്യൂം ചെയ്യുന്നതിന് പകരം പ്രൊഡ്യൂസ് ചെയ്യണമെന്നും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലുള്ള സമയത്താണ് ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതിയും കാര്യങ്ങൾ ചെയ്ത്. അങ്ങനെ 5 ചെയ്യാൻ തുടങ്ങി. 6 ഒരു ടൈം കിട്ടുന്ന സമയത്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതി സെറ്റാക്കി. 7 സാധനമാക്കി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പുറത്തോട്ടില്ല. 8, 9, 10 നോക്കി പല രീതിയിൽ. പക്ഷേ ഓരോ കാരണങ്ങളായിട്ട് നടന്നില്ല. ഇപ്പോഴും ഞാൻ 10 കഴിഞ്ഞ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് 1-2 മാസം ചെയ്യാൻ നോക്കിയിട്ടും കഴിഞ്ഞിട്ടില്ല. മേ ബി ഒരു വട്ടം സ്ക്രിപ്റ്റ് ചെയ്താൽ ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, ഷൂട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നു. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കുറേ വീഡിയോസ് റെക്കോർഡ് ചെയ്തു, പക്ഷേ എഡിറ്റ് ചെയ്തില്ല. വ്ളോഗ് ടൈപ്പ് സാധനങ്ങൾ, സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ്. പിന്നെ മനസ്സിലാക്കി സ്ക്രിപ്റ്റ് എഴുതി ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയതാക്കുന്നത് പിന്നെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാനൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അധികം എഫേർട്ടൊന്നും എടുക്കാതെ ഞാൻ എൻ്റെ സംഭവങ്ങൾ ഡയറക്റ്റ്ലി എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ട് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ 16 വയസ്സാണ്. ഐ എം എ 16-year-old ആൻഡ് എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ഡിഫറെൻ്റായിട്ട് മാറുന്നുണ്ട്. ഐ വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. ഒരു ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാനും ഡിഫറെൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആൻഡ് അതാണ് എൻ്റെ ഒരു മുന്നോട്ട് പോകുമ്പോൾ ഉള്ളൊരു സംഭവം. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഒരുപാട് മൊമെൻറ്റ്സ്, ഒരുപാട് ലെസൺസ് മേ ബി ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് ലെസൺസ്, എൻ്റെ ഈ ഒരു പാത്ത്, ഞാനിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 സ്കൂൾ പോവാതെ ഒരു ഫ്ലാറ്റിൽ റൂമെടുത്ത് നിന്ന് ബിസിനസ് പാർക്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം ഡൂയിങ് സംതിങ് ഡിഫറെൻറ്റ് റാദർ ദാൻ ഗോയിങ് ടു സ്കൂൾ 9 to 5. സ്കൂളിൽ പോയി സാധാരണ ആൾക്കാരെ പറ്റി 9 +1 സ്കൂളിൽ പോയി, +2 കഴിഞ്ഞ്, +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോയി, അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് ജോബ് കയറി, അങ്ങനെ മരിച്ചു പോകാതെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പം ആ ഒരു ജേർണിയിൽ എൻ്റെ ഒരു ജേർണി പച്ചയ്ക്ക് സ്ക്രിപ്റ്റൊന്നും ചെയ്യാതെ, ഞാൻ ഹുക്ക് നോക്കാതെ, റിറ്റൻഷൻ നോക്കാതെ, ഈ ആൽഗോരിതം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്നൊരു സ്ഥലമായിരിക്കും ചാനൽ. ഈ ചാനലിൽ ഇതുമാതിരി ഇടും, ചിലപ്പം ലാൻഡ്സ്കേപ്പിലിടും, ചിലപ്പോൾ പോർട്രേറ്റിലിടും, മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറയും, എന്താണോ സംഭവം ഉള്ളത് അത് ഞാൻ ഇതിലൂടെ ഔട്ട് ചെയ്യും. ആൻഡ് ഇഫ് യു ആർ സമ്മൺ ഹു ഈസ് ട്രൈങ് ടു ബി ലൈക്ക് ദിസ്, ട്രൈങ് ടു ബി ഡിഫറെൻറ്റ്, പ്ലീസ് ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ടു സീ മൈ ജേണി. ഡെയിലി ഒരു ഡയറി എന്നുള്ള രീതിക്കും ഞാൻ ഈ ഒരു സാധനത്തിനെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ എല്ലാ ദിവസവും ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊന്നും കഴിയുന്നുള്ളത് അറിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. ഇപ്പം എൻ്റെ സ്റ്റാറ്റസ് വരികയാണെങ്കിൽ, ഞാനിപ്പം കോഴിക്കോട് ഒരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ ഞാൻ മൂവ് ഔട്ട് ചെയ്തു. അപ്പം കിച്ചൺ, കുക്കിംഗ്, ലോണ്ട്രി കാര്യങ്ങളൊക്കെ സ്വന്തമൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഏകദേശം മാറിയിട്ട് ഇപ്പോൾ 2 months അപ്പം ഒരു മെയ് ആൻഡ് ജൂൺ, മെയ് ഒരു പകുതിയായ സമയത്താണ്, 20 ആ ടൈമിനാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. പിന്നെ ജൂൺ മാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജൂലൈ 20 സംതിങ് ആയി. അപ്പോൾ ഏകദേശം 2 months ഉണ്ടായെന്ന് പറയാം. അപ്പോൾ ഈ 2 months ഒരുപാട് സംഭവങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ ഞാൻ ടൈം കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് ഞാനത് ഈ ഒരു ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള രൂപത്തിൽ ചെയ്യും. ഭാവിയിൽ കുറച്ച് മുമ്പോട്ടായിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ബാക്ക്ലോഗ്സും അപ്ലോഡ് ചെയ്ത് തീർക്കും. പിന്നെ അതല്ലാതെ ഞാനിപ്പോൾ എനിക്ക് കറൻ്റ്ലി ഒരു ചെറിയൊരു കമ്പനിയുണ്ട്. ഫസ്റ്റ് മംപ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. AI ഓട്ടോമേഷൻസ്
കമ്പനികൾക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഓട്ടോമേഷനാണ്. സെയിൽസ് ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ഒരു മാർക്കറ്റിങ്ങിന് ശേഷം ആ ഒരു കമ്പനിക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കമ്പനി എന്നുള്ളത് എൻ്റെ ഒരു ബേസായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ എക്സൽ ചെയ്ത് ഇതിൽ ടോപ്പ് ആവണമെന്നല്ല എൻ്റെ ഒരു ഡ്രീം. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2 പാർട്ട്നേഴ്സിൻ്റെ കൂടെ. അപ്പം ഇത് ഈ രൂപത്തിൽ ചെയ്തൊരു സാധനമാണ്. അതിനുശേഷം എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഴിയുമ്പോഴേക്കും ഐ ഡു വാണ്ട് സ്റ്റാർട്ട് ഒരു ഫൈൻഡ് എ പ്രോബ്ലം, ഒരു നല്ലൊരു പ്രോബ്ലം കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഈ ഒരു ഇയറിൻ്റെ ഗോള്. സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതല്ല, ബട്ട് ടു ഫൈൻഡ് എ നൈസ് പ്രോബ്ലം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത സാധനങ്ങൾ എനിക്ക് ചെയ്യണം എന്നുള്ളത്. ഞാൻ പ്ലാൻ ചെയ്ത സാധനങ്ങൾ ഒന്ന്, ഐ ഡു വാണ്ട് സ്റ്റാർട്ട് സോൾവിങ് മെനി പ്രോബ്ലംസ്. ഒറ്റ പ്രോബ്ലത്തിന് മാത്രം നോക്കി അതിനെ തപ്പിയെടുക്കുകയാണെങ്കിൽ മേ ബി അത് പോസിബിൾ ആവില്ല, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഒരുപാട് പ്രോബ്ലംസ് ഞാനിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഓട്ടോ, ഇപ്പോൾ എനിക്കിപ്പോൾ കേരളത്തിലൂടെ ഒന്ന് ബസ് ഇപ്പോൾ വീട്ടിൽ തന്നെ പണിയെടുക്കുന്ന സമയത്ത് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ, അപ്പോൾ അതിന് മാർക്കറ്റും കാര്യങ്ങളൊന്നും സ്റ്റഡി ചെയ്യാതെ ആ ഒരു സംഭവങ്ങൾ സോൾവ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ എൻ്റെ വേറൊരു അക്കൗണ്ടിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്യും. അതാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും ഒരു 6 അതുമാതിരി പ്രൊജക്ട്സ് എന്തെങ്കിലും മിനിമം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഈ മന്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുമാതിരി വേറെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഈ 16 കഴിയുമ്പോഴേക്കും മാക്സിമം ഈ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുമാതിരിയുള്ള ഒരു 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 ഞാൻ ആരാണെന്നുള്ളൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് 16ൻ്റെ മെയിൻ ഗോൾസ്. ഇനി 17 ആയി കഴിഞ്ഞാൽ ഞാൻ ആ ഫൈൻഡ് ചെയ്തൊരു പ്രോബ്ലം അത് സീരിയസ് ആയിട്ട് സോൾവ് ചെയ്യാം ആൻഡ് അപ്ലൈ ഫോർ തീൽ ഫെലോഷിപ്പ്. അതാണ് എൻ്റെ ഗോള്. പിന്നെ ഐ ഡിഡ് ഹാവ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ട് പ്രോബ്ലം സോൾവേഴ്സിൻ്റെ. ഐഡിയജൻ എന്നുള്ള പേരിൽ ഒരു സംഭവം. ഇനി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പിലുള്ള ആൾക്കാരുടെ. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി മേ ബി അതൊരു സ്റ്റാർട്ടപ്പ് ആക്കി പോകാനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാനുകൾ. പിന്നെ ഞാനിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു സംഭവത്തിൽ ഞാനിപ്പം തന്നെ ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ലേറ്റ് ആവില്ല, കാരണം ഒരുപാട് ലേറ്റായി. ഇന്നത്തെ ദിവസത്തിൽ മെയിനായിട്ട് ഞാൻ കണ്ടൻറ് ക്രിയേഷൻ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൻസ് ഇടാൻ വേണ്ടി വിചാരിച്ചത് നടന്നില്ല. ഇന്ന് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ എഴുതി വെച്ച കണ്ടൻറ്റിൻ്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിലൊന്നുകൊണ്ട് ഇന്ന് റെഡി ആക്കണമെന്ന്. ഇപ്പോൾ മേ ബി പെർഫെക്ഷനിസം എന്നുള്ളൊരു സംഭവം ആയിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്കൊരു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്നുള്ളൊരു സാധനം ഈ ഒരു വീക്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അത് ഞാൻ നാളെ രാവിലെ തന്നെ ചെയ്ത് നോക്കണം. ഞാനിപ്പം വിചാരിച്ചത് ഈ ഒരു എൻ്റെ ഒരു ജേർണീനെ ബേസിക്കലി എങ്ങനെ ഈ ഒരു സംഭവം ആക്കാന്നുള്ളൊരു ടൈപ്പിലൊരു നീഷ് പിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ബ്രോഡായിട്ട് ഉള്ളൊരു സാധനം ഇതുവരെ ചെയ്ത്. ഇപ്പം ഇന്നതാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. ലൈക്ക് +2 നോർമൽ ലൈഫ് അല്ലാതെ വേറെ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും, അതിലൂടെ ഇതാക്കാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക്കിൽ ഞാൻ ആദ്യം AI എന്നുള്ളൊരു സാധനമായിരുന്നു. AI ടൂൾസ്, ഓട്ടോമേഷൻ, വാട്ട് ഈസ് ഓട്ടോമേഷൻ, വാട്ട് ഈസ് എൻ AI ഏജൻറ്റ്, ഈ സംഭവങ്ങളായിരുന്നു ഫസ്റ്റ് ചെയ്തത്. പക്ഷേ അത് പറയാൻ എനിക്കൊരു മടിയില്ല. പക്ഷേ എൻ്റെ ഒരു നീഷായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ ചെയ്തതിനാൽ അതൊരു എക്സ്ട്രാ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വർക്ക്, ഒരു പണിയായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം AI ടൂൾസിനെ പറ്റി, AI എന്നുള്ളൊരു നീഷിനെ പറ്റി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഐ ആം ആൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ്. അല്ലെങ്കിൽ അതിൽ ഞാൻ എക്സ്പെർട്ടായിട്ട് എൻ്റെ ഭാവിയിലെ ഒരു സംഭവത്തിന് ആ രീതിയിലാണ് എൻ്റെ പിക്ചർ വരിക. അല്ലെങ്കിൽ എൻ്റെ ഭാവി ഞാനിപ്പോൾ ഈ ഒരു സംഭവത്തിന് മാത്രം നിൽക്കുന്നൊരു AI ഇൻഫ്ലുവൻസറാണെങ്കിൽ, AI ടൂൾസിനെ പറ്റി പറയുന്നൊരു ഇൻഫ്ലുവൻസറാണെങ്കിൽ ആവാൻ താല്പര്യമെങ്കിൽ അത് ഫൈനാണ്. പക്ഷേ ഞാൻ എൻ്റെ ജേർണിയിൽ ഈ ഒരു വീഡിയോസ് ഇപ്പോൾ ഇടുകയാണെങ്കിൽ അത് ഈ 2 months മാത്രമേ ഉള്ളൂ.
മുമ്പോട്ട് അത് പോകില്ല. അപ്പം അത് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു തടസ്സമായി നിൽക്കുകയാണെങ്കിൽ എന്തായാലും അത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യണം. പിന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയല്ല. അപ്പം അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു കണ്ടൻറ് സ്കീം ഇന്നൊരു സാധനം ഐഡിയ കത്തിയോണ്ടാണ് ഇന്ന് തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് നാളെ ഷൂട്ട് ചെയ്ത് ഇറക്കുക എന്നുള്ളത് സംഭവം. പിന്നെ വേറൊന്ന് സ്റ്റോറീസാണ്. ഇപ്പോൾ ഞാനിപ്പോൾ മോട്ട് ചെയ്ത് ഇതൊരു സ്റ്റോറി. പിന്നെ എൻ്റെ ഒരു 50 hours കോഡിങ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ അങ്ങനെ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം, എന്തായിരുന്നു എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഒരു US പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ അതൊരു നല്ലൊരു സ്റ്റോറിയാണ്, അതൊരു അപ്സും ഡൗൺസും ഒക്കെ ഉള്ളത് അതുമാതിരിയുള്ള സ്റ്റോറീസ്. ഞാൻ ഒരു ഡോഗ് റിപ്പല്ലർ, നായൻ ഓടിക്കുന്നതിന് മെഷീൻ ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ സ്റ്റോറി. പിന്നെ അതുമാതിരിയുള്ള കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ സ്റ്റോറീസും അതുമാതിരി തന്നെ എൻ്റെ ഈ ഒരു ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പോൾ ആ ഒരു സാധനം എനിക്കൊന്ന് ക്ലിയർ ആയി ഉണ്ടാകണം. പിന്നെ എൻ്റെ മൂന്നാമത്തത് യൂട്യൂബാണ്. എൻ്റെ യൂട്യൂബ് ഈ അക്കൗണ്ടില്ലാത്ത മെയിൻ വേറൊരു അക്കൗണ്ട്, ഫൺ സച്ച് എന്ന പേര് മാത്രമല്ല, അതിൽ ലോങ് വീഡിയോസ് മേ ബി ഇൻ ഇംഗ്ലീഷ്, പിന്നെ വേറൊരു ഉള്ളിലൊരു ഫൈറ്റ് ഇംഗ്ലീഷാണ് മലയാളമാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഡിലേ ആയി പോവാണ്. ഞാൻ പണ്ട് പഠിച്ചൊരു പാടാണ്, ഡിലേ ആയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് നോക്കിയെടുക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ തന്നെ ആ ഒരു സാധനം പല സ്ഥലത്തും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ഇംഗ്ലീഷിലുള്ള കണ്ടൻറ്റാണ്. അതും ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളൊക്കെ ഡൗട്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം അതിനെപ്പറ്റി ആ കൺഫ്യൂഷൻസിലേക്ക് പോയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ട് മലയാളം ചെയ്യുന്നതെന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, മലയാളം ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ എന്നുള്ളത്. പക്ഷേ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഫൈറ്റ് നടന്നുകൊണ്ട് മലയാളം വേണം ഇംഗ്ലീഷ് വേണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും നോക്കുന്നില്ല, അത് ഡിലേ ആവുന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മലയാളത്തിൽ തന്നെ കണ്ടൻറ് എടുക്കുക. എനിക്ക് ഭാവിയിൽ എന്തായാലും ഇംഗ്ലീഷിലേക്ക്, അല്ലെങ്കിൽ ഒരു 1 or 2 months കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5K or 10K കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ തന്നെ, ഇൻസ്റ്റാഗ്രാം മലയാളം എന്നുള്ള ഉറപ്പിച്ച്. യൂട്യൂബ് ഇപ്പോൾ നിൽക്കുന്ന ഇംഗ്ലീഷിലാണ്. യൂട്യൂബിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പ്രോബ്ലം സൊല്യൂഷൻ വീഡിയോസ്, അതല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു കണ്ടൻറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നല്ല രൂപത്തിൽ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ല ക്വാളിറ്റി വീഡിയോയിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ മലയാളം ടൈപ്പ് എന്തെങ്കിലും യൂട്യൂബിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചാനലിൽ മേ ബി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഈ ചാനലുണ്ടാവും. അപ്പോൾ അത്രയാണ് എൻ്റെ ഈ ഒരു ചാനൽ. ഇതാണ് എൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്തൊരു സംഭവങ്ങളായിട്ട് പറയും. ഇത് മേ ബി എൻ്റെ ഒരു ഡയറി ആവാം, മേ ബി എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ആവാം, മേ ബി എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ആവാം, അല്ലെങ്കിൽ ഒരുത്തൻ്റെ ജേണി എന്നുള്ള വരുന്നത്, എന്ത് രീതിയിലും ഈ ഒരു സാധനത്തിന് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ. ഇനി അടുത്ത വീഡിയോസിൽ വേഗം തന്നെ കാണാം. സോ ബൈ.